ഒറ്റപ്പെട്ട സംഭവങ്ങളെ ചൊല്ലിയാണല്ലോ വലിയ വിവാദങ്ങൾ ഉടലെടുക്കുന്നത്. ഈ വയനാട് മണ്ഡലത്തെ കേന്ദ്രീകരിച്ചും വലിയ വിവാദങ്ങളൊക്കെ ഉടലെടുക്കുന്നുണ്ട്. അതിൻ്റെ കറക്റ്റ് ഒരു ഏതാണ്ട് 1.5 ലക്ഷത്തിലധികം വോട്ടുകൾ വ്യാജമായി ചേർത്തു എന്ന് BJP ആരോപിക്കുന്നുണ്ട്. ഈ വയനാട്ടിൽ പ്രിയങ്ക വിജയിച്ച് കയറിയത് യഥാർത്ഥത്തിൽ അവിടെ വലിയ വിജയം പ്രിയങ്കയ്ക്ക് ഉണ്ടായോ, അതോ ഈ തമിഴ്നാട്ടിൽ നിന്ന് അടക്കമുള്ള തോട്ടം തൊഴിലാളികളെ അനധികൃതമായി വോട്ടർ പട്ടികയിൽ ചേർത്തു എന്നൊക്കെയാണ് BJP ആരോപിക്കുന്നത്. എന്തായാലും ഇവിടെ കേരളത്തിൽ നിന്നുകൊണ്ടെങ്കിലും പ്രിയങ്കയ്ക്കെതിരെയൊക്കെ സംസാരിക്കാൻ താങ്കൾക്ക് കഴിയുമായിരിക്കുമല്ലേ? നീലിമ, ഇതിലെ ഏറ്റവും അടിസ്ഥാനപരമായ ചോദ്യം ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത് ഇന്ത്യയുടെ ഇലക്ഷൻ കമ്മീഷന്റെ വിശ്വാസ്യതയെ സംബന്ധിച്ചാണ്. ആ വിശ്വാസ്യതയെ ആണ് പ്രതിപക്ഷം ഒന്നടങ്കം ശ്രീ രാഹുൽ ഗാന്ധി ഉയർത്തിവിട്ട ചോദ്യത്തിന് പിന്നാലെ കൂടിയിരിക്കുന്നത്. അത് ഒരു കുടത്തിൽ നിന്ന് ഭൂതം തുറന്നുവിട്ടതുമാതിരി ഇന്ത്യൻ ജനാധിപത്യത്തിന് മേൽ കാർമേഘം ഉരുണ്ടുകൂടുന്ന അവസ്ഥയിലേക്കാണ് ഇപ്പോൾ എത്തപ്പെട്ടിട്ടുള്ളത്. അപ്പോ അതിനെ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ നിങ്ങൾ എന്തു നിലപാടെടുക്കുന്നു എന്നുള്ളതല്ല, സുതാര്യമായ ജനാധിപത്യ പ്രക്രിയയാണ് ഇന്ത്യക്ക് ആവശ്യം എന്നുള്ളതും സ്വതന്ത്രവും നീതിപൂർവവുമായിട്ടുള്ള ഒരു ഇലക്ഷൻ കമ്മീഷനാണ് ഇന്ത്യക്ക് ആവശ്യം എന്നുള്ളതും സുപ്രീം കോടതി അനൂപ് ബെൻസൻവാൽ കേസിൽ പറഞ്ഞതുപോലെ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സമിതിയെ നിയമിച്ച് ഇലക്ഷൻ കമ്മീഷന്റെ സ്വതന്ത്രത ഉറപ്പുവരുത്തുക എന്ന ബാധ്യതയാണ് ഇന്നിപ്പോ ഇന്ത്യൻ പാർലമെന്റും ഇന്ത്യൻ ജനാധിപത്യവും നേരിടുന്നത്. അതിന് മറിച്ച് ഏതെങ്കിലും വസ്തുതകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ ഇങ്ങനെ വോട്ട് വർധനവ് ഉണ്ടായത് അത് കള്ള വോട്ടും ഇരട്ട വോട്ടും എന്നുള്ളതാണ്. എന്തുകൊണ്ട് പഞ്ചാബ് 2024 അവസാനം പഞ്ചാബ് ഹരിയാന ഹൈക്കോടതിയുടെ ഉത്തരവ് വരുന്നതോടുകൂടി ഇലക്ഷൻ കമ്മീഷൻ തങ്ങൾ സൂക്ഷിക്കാൻ നിയമപരമായി ബാധ്യതയുണ്ടായിരുന്ന മുഴുവൻ ഡിജിറ്റൽ രേഖകളും CCTV ദൃശ്യങ്ങളടക്കം നശിപ്പിക്കപ്പെട്ടു എന്നതൊരു വലിയ ചോദ്യമല്ലേ? അപ്പൊ ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ അവരുടെ മൗനം വെടിഞ്ഞിട്ടില്ല. പകരം BJP എന്തു പറയുന്നു അതുപോലെ പറയുന്നു എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ ആക്ഷേപം. അവിടെ വോട്ട് വർധനവിനെ സംബന്ധിച്ച് മാത്രമല്ല ഞങ്ങളുടെ ആശങ്ക. അല്ല അഡ്വക്കേറ്റ് BN ഭാസ്കർ, ഞാൻ നേരത്തെയും അങ്ങയോട് ഞാൻ ചോദിച്ചു, ഒരു വിശദീകരണം ചോദിച്ചാൽ, ഒരു സത്യവാങ്മൂലം ചോദിച്ചാൽ എന്തുകൊണ്ടാണ് രാഹുലിനത് നൽകാൻ കഴിയാതിരിക്കുന്നത്? എന്തായാലും രാഹുലിനെ കേരളത്തിലെങ്കിലും രാഹുലിനെ നിങ്ങൾ കൂടെ നിർത്തുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കേരളത്തിന് പുറത്ത് രാഹുലിന് പിന്തുണയും ഇവിടെ എതിർപ്പുമാണല്ലോ. അപ്പോൾ ഈ രാഹുലിന് അങ്ങനെയാണെങ്കിൽ ഒരു സത്യവാങ്മൂലം ഫയൽ ചെയ്യുന്നതിന് എന്താണ് ബുദ്ധിമുട്ട്? അത് നിങ്ങൾ ഉൾപ്പെടെ ചോദിക്കേണ്ടതല്ലേ? നിങ്ങളുടെയും പൊളിറ്റിക്കൽ റൈവൽ ആണല്ലോ. അല്ല, ഞാൻ അതിലേക്കാണ് വരുന്നത്. 1960 രജിസ്ട്രേഷൻ ഓഫ് ഇലക്ടേഴ്സ് റൂൾസ് പ്രകാരമാണ് സത്യവാങ്മൂലം കൊടുക്കേണ്ടത്. ആ സത്യവാങ്മൂലം എന്ന് പറയുന്നത് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ കൊടുക്കേണ്ട സത്യവാങ്മൂലമാണ്. ആ സത്യവാങ്മൂലമാണ് ഇത്ര നാൾ കഴിഞ്ഞിട്ട് കൊടുക്കണമെന്ന് ഇലക്ഷൻ കമ്മീഷൻ ആവശ്യപ്പെടുന്നത് എന്ന് പറയുന്നത് ഏറ്റവും വിചിത്രമായ വാദമുഖമാണ് ഇലക്ഷൻ കമ്മീഷൻ ഉന്നയിക്കുന്നത്. മറ്റൊരു സത്യവാങ്മൂലം ഇലക്ഷൻ കമ്മീഷന് മുമ്പാകെ കൊടുക്കേണ്ട ആവശ്യമില്ല. അതൊരു ജുഡീഷ്യൽ ഫോമല്ല. അല്ല, ഈ രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വളരെ കൃത്യമായി പറയുകയാണ്, തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് തെളിവ് തരൂ എന്ന് പറയുന്നു. എന്തുകൊണ്ടാണ് തെളിവ് കൊടുക്കാത്തത്? അപ്പോൾ തെളിവില്ല എന്ന് തന്നെയല്ലേ? മാത്രമല്ല, താങ്കൾ ഒരു ചോദ്യം ചോദിച്ചു, 30 ദിവസമല്ല 45 ദിവസത്തിനുള്ളിൽ എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ബോധിപ്പിക്കണം എന്ന് പറഞ്ഞു. ഇപ്പോൾ ഈ 45 ദിവസത്തിനകത്ത് ഉണ്ടാകാത്ത എന്ത് പരാതിയാണ് താങ്കൾക്ക് അല്ലെങ്കിൽ രാഹുലിന് ഉണ്ടായത്? അപ്പോൾ CSDSന്റെ കണക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് CSDS പോലുള്ള ഏജൻസികൾ, ആ ഏജൻസികളെ ഫണ്ട് ചെയ്യുന്ന ചില വിദേശ ശക്തികളുടെ താല്പര്യത്തിന് വേണ്ടി ഈ രാജ്യത്ത് അന്തഃഛിദ്രം സൃഷ്ടിക്കാൻ നടത്തുന്ന ഏജൻസികൾക്കൊപ്പം രാഹുൽ നിൽക്കുകയാണ്. ഒപ്പം നിങ്ങളും. അതാണ് ഇപ്പോൾ പുറത്തായിക്കൊണ്ടിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ വരാൻ പോകുന്നതും അത് തന്നെയാണ് അഡ്വക്കേറ്റ് BN ഭാസ്കർ. അങ്ങനെ ആ ഭൂതം കുടത്തിലേക്ക് പോയിട്ടില്ല. കൂടുതൽ ഭൂതങ്ങൾ പുറത്തു വരികയാണ് പോവുകയാണ്. നീലിമ, രാജാവ് നഗ്നനാണെന്ന് പറഞ്ഞാൽ അവരെയൊക്കെ തീവ്രവാദിയാക്കുന്ന ഏറ്റവും പുതിയ സൈദ്ധാന്തിക വശമാണ് RSSന്റേത്. ആ RSSന്റെ പ്രത്യയശാസ്ത്രം ഉന്നയിക്കുന്ന ഒരു ഭരണകൂടമാണ് ഇന്ത്യയിലുള്ളത്. ഇന്ത്യയിലെ ജനങ്ങളെ ഇപ്പൊ അതുകൊണ്ടാണല്ലോ ഇലക്ഷനെ സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഫാക്ട് പറഞ്ഞു എന്നുള്ളതിന്റെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന ഒരു വസ്തുത പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട്
പ്രൊഫസർ സഞ്ജയ് കുമാറിനെതിരെ 175 BNS പ്രകാരം ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത്. അപ്പോ എല്ലാ വസ്തുതകൾ പറയുന്നവർക്കെതിരെ കേസെടുക്കും എന്ന ഭീഷണിയാണ് ഇന്ന് രാജ്യത്ത് നിലനിൽക്കുന്നത്. ആ ഭീഷണിയുടെ സ്വരം അല്ല വേണ്ടത്. രാജ്യത്തിന്റെ ജനാധിപത്യ പ്രക്രിയ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമെന്ന് നമ്മൾ അവകാശപ്പെടുമ്പോൾ ആ ജനാധിപത്യ പ്രക്രിയ നടത്തുന്ന ഇലക്ഷൻ കമ്മീഷൻ സുതാര്യമായിരിക്കണം എന്നുള്ളതാണ് ഞങ്ങൾ അഡ്വക്കേറ്റ് BN ഹസ്കർ, ശ്രീ സേനാപതി വേണു, ഇനി ഞാൻ ഉന്നയിക്കാൻ പോകുന്ന ചോദ്യം ഈ രാജ്യത്തെ കുട്ടിച്ചോറാക്കാൻ ശ്രമിക്കുന്ന വിദേശ ശക്തികളുടെ കുഴലൂത്തുകാരായി നിങ്ങൾ ഇന്ത്യ മുന്നണി അധപതിക്കണമോ വേണ്ടയോ എന്നുള്ളതാണ്.